Hi students. അപ്പോൾ നമ്മുടെ ക്രാഷിന്റെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കാൻ വേണ്ടി പോവാണ്. ദാറ്റ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിനകത്തെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ്. ഇതിൽ നമ്മൾ 3 കാര്യങ്ങളാണ് എൻട്രൻസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. 3 ടോപ്പിക്കുകളായിട്ടാണ് ഞാൻ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഏർലിയർ ക്ലാസിഫിക്കേഷൻ ആണ്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന പീരിയോഡിക് ടേബിൾ എത്തുന്നതിന്റെ മുമ്പുണ്ടായിരുന്ന ക്ലാസിഫിക്കേഷൻ ടെക്നിക്കുകളാണ് ആദ്യത്തെ ഭാഗം. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ നോമൻക്ലേച്ചർ ഓഫ് എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100. എന്ന് പറഞ്ഞാൽ 100ന്റെ മുകളിൽ അറ്റോമിക് നമ്പർ വരുന്ന ആളുകളെ എങ്ങനെ നമുക്ക് നെയിം ചെയ്യാം എന്നുള്ള ഭാഗമാണ് ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്. ആസ് എ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനമുള്ള ടോപ്പിക് ഏതാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ എല്ലാവരും നിർബന്ധമായിട്ടും ഞാൻ ഈ ചാപ്റ്ററിനെ തിയറി പറഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എല്ലാവരും NCERT വായിക്കണം. NCERT എന്ന് പറയുന്ന ഈ ചാപ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ 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 പ്രധാനമുള്ളതാണ് എന്നർത്ഥം. റെഡി? ഓരോ ചാപ്റ്ററിന്റെ ക്രാഷ് പറയുന്ന സമയത്തും അത് NCERT വായിക്കുക. അതിന്റെ ശേഷം കാണുന്ന എക്സസൈസുകളെല്ലാം നിർബന്ധമായിട്ട് ചെയ്തു നോക്കാം. അത് തുടങ്ങില്ല എന്നാൽ ആദ്യം നമ്മൾ സംസാരിക്കുന്ന ഏർലിയർ ക്ലാസിഫിക്കേഷനിലൂടെയാണ് നമ്മൾ ചാപ്റ്റർ തുടങ്ങുന്നത്. റെഡി? ഏർലിയർ ക്ലാസിഫിക്കേഷൻസ്. ഏർലിയർ ക്ലാസിഫിക്കേഷൻ നമ്മൾ ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിൾ എത്തുന്നതിന് മുമ്പുണ്ടായിരുന്ന ക്ലാസിഫിക്കേഷൻ ടെക്നിക്കുകളാണ് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ടെക്നിക്കിന്റെ പേരാണ് ദാറ്റ് ഈസ് ഡൊബ്രൈനർ ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്താണ് ദാറ്റ് ഈസ് ഡൊബ്രൈനേഴ്സ് ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ടെക്നിക്കാണ് ദാറ്റ് ഈസ് ഡൊബ്രൈനർ ക്ലാസിഫിക്കേഷൻ. ഡൊബ്രൈനർ ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചത് ആരാന്ന് വെച്ചാൽ ജൊഹാൻ ഡൊബ്രൈനർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് 1829 ജൊഹാൻ ഡൊബ്രൈനർ എന്ന സയന്റിസ്റ്റ് ഈ ഡൊബ്രൈനർ ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിക്കുന്നത്. ഇദ്ദേഹം എങ്ങനെയാണ് ഇദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം എന്താണ് ചെയ്തത്? എലമെന്റുകളെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാക്കി മാറ്റി. എന്നിട്ട് ഓരോ ഗ്രൂപ്പിനകത്തും അദ്ദേഹം 3 എലമെന്റുകൾ വെച്ചു. ആ ഗ്രൂപ്പുകൾ അദ്ദേഹം വിളിച്ച പേരാണ് ട്രയാഡ്സ് എന്നാണ് വിളിച്ചത്. എന്താ വിളിച്ചത്? ട്രയാഡ്സ്. He classified the elements into small group and each group contained 3 elements called triad. ഇദ്ദേഹം പ്രധാനമായിട്ട് ഉണ്ടാക്കിയിരുന്ന ട്രയാഡുകളാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ട്രയാഡ് ഏതാന്ന് വെച്ചാൽ ഒന്നാമത്തെ ദാറ്റ് ഈസ് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ട്രയാഡ്. രണ്ടാമത്തെ പറഞ്ഞാൽ കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത ട്രയാഡ്. മൂന്നാമത്തെ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇങ്ങനെ 3 ട്രയാഡുകളായിരുന്നു അദ്ദേഹം പ്രധാനമായിട്ട് ഉണ്ടാക്കിയത്. ഒന്ന് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ട്രയാഡിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ലോ ഓഫ് ട്രയാഡ്സ് എന്നാണ്. വാട്ട് ഈസ് ലോ ഓഫ് ട്രയാഡ്സ്? എന്താണ് ലോ ഓഫ് ട്രയാഡ്സ് എന്നാണ്. ഇദ്ദേഹത്തിന്റെ ലോ ഓഫ് ട്രയാഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ലിഥിയം ഇതിന്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ 7, സോഡിയം 23, പൊട്ടാസ്യം 39. ഇദ്ദേഹത്തിന്റെ ലോ ഓഫ് ട്രയാഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഒരു ട്രയാഡ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഒന്നാമത്തെയും മൂന്നാമത്തെയും ആൾക്കാരുടെ അറ്റോമിക് വെയിറ്റിന്റെ അപ്രോക്സിമേറ്റ് ആവറേജ് ആയിരിക്കും രണ്ടാമത്തെ ആളുടെ അറ്റോമിക് വെയിറ്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആളത് 7, മൂന്നാമത്തെ ആളത് 39 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 46 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 23 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ 1ന്റെയും 3ന്റെയും അറ്റോമിക് വെയിറ്റുകളുടെ അപ്രോക്സിമേറ്റ് ആവറേജ് ആയിരിക്കും രണ്ടാമത്തെ ആളുടെ അറ്റോമിക് വെയിറ്റ്. ഇത് നമ്മൾ വിളിക്കുന്നവരാണ് ലോ ഓഫ് ട്രയാഡ് എന്നാണ് പറയുക. അപ്പൊ എന്താ ലോ ഓഫ് ട്രയാഡ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് പറയാം? ഇൻ ട്രയാഡ് ദ അറ്റോമിക് വെയിറ്റ് ഓഫ് ദ മിഡിൽ എലമെന്റ് ഇസ് ദ അപ്രോക്സിമേറ്റ് ആവറേജ് ഓഫ് ദി അതർ 2 എലമെന്റ്. ദിസ് ഈസ് കോൾഡ് ലോ ഓഫ് ട്രയാഡ്സ്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ലോയുടെ ലിമിറ്റേഷൻ എന്താണ് എന്നാണ് അടുത്ത് പറയാൻ പോകുന്നത്. ലിമിറ്റേഷൻ ഓഫ് ദിസ് ക്ലാസിഫിക്കേഷൻ. എന്താണ് ഇതിന്റെ ലിമിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആകെ വളരെ കുറച്ച് എലമെന്റുകൾക്ക് മാത്രമേ ഈ ക്ലാസിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലോ എന്ത് ചെയ്യപ്പെട്ടു പോയി? റിജക്ട് ചെയ്യപ്പെട്ടു പോയി എന്നാണ്. അതാണ് ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ, ദാറ്റ് ഈസ് ഡൊബ്രൈനേഴ്സ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഏർലിയർ ക്ലാസിഫിക്കേഷനിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ഡൊബ്രൈനർ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ സംസാരിച്ച്. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ന്യൂലാൻഡ് ക്ലാസിഫിക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരാണ് ദാറ്റ് ഈസ് ന്യൂലാൻഡ് ക്ലാസിഫിക്കേഷൻ. 1864 ന്യൂലാൻഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ച ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ന്യൂലാൻഡ് ക്ലാസിഫിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ന്യൂലാൻഡ് ക്ലാസിഫിക്കേഷൻ ഇദ്ദേഹം എലമെന്റുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്ത് വെച്ചാൽ ഹി അറേഞ്ച്ഡ് ദ എലമെന്റ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് വെയിറ്റ്. അറ്റോമിക് വെയിറ്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് ഇദ്ദേഹം എലമെന്റുകളെ അറേഞ്ച് ചെയ്തത്. ശ്രദ്ധിക്കുക, ന്യൂലാൻഡ് ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചത് ന്യൂലാൻഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് 1864 ഇദ്ദേഹം എലമെന്റുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത് വെച്ചാൽ അറ്റോമിക് വെയിറ്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് ഇദ്ദേഹം എലമെന്റുകളെ അറേഞ്ച് ചെയ്തത്. അപ്പോൾ മൂന്നാമതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ ആണ് പറയാൻ പോകുന്നത്. ഇദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ ഇങ്ങനെയായിരുന്നു. ആദ്യത്തെ എലമെന്റ് ലിഥിയം ആയിരുന്നു, പിന്നെ ബെറിലിയം, അടുത്തത് ബോറോൺ,
അടുത്തത് കാർബൺ, അടുത്തത് നൈട്രജൻ, അടുത്തത് ഓക്സിജൻ, അടുത്തത് ഫ്ലൂറിൻ. ഒന്ന് ലിഥിയം ആയിരുന്നു, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. അടുത്തത് സോഡിയം ആയിരുന്നു, പിന്നെ മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ദെൻ ക്ലോറിൻ, പൊട്ടാസ്യം, ദെൻ കാൽഷ്യം. ഇതായിരുന്നു ന്യൂലാൻഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കണ്ടുപിടിച്ച അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിനകത്തുണ്ടായിരുന്ന എലമെന്റുകൾ. ഇത്രയും എലമെന്റുകളാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. ലിഥിയം, ബെറിലിയം, ബോറോ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ, സോഡിയം, മഗ്നീഷ്യം, അലുമിനിയം, സിലിക്കൺ, ഫോസ്ഫറസ്, സൾഫർ, ക്ലോറിൻ ആൻഡ് പൊട്ടാഷ്യം ആൻഡ് കാൽഷ്യം. ഇത്രയും എലമെന്റുകളാണ് അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ അദ്ദേഹം കണ്ടുപിടിച്ചത്. ഇങ്ങനെ പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം എലമെന്റുകൾ എങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ എലമെന്റ് 2, 3, 4, 5, 6, 7, 8ാമത്തെ എലമെന്റുകൾ അദ്ദേഹം അറേഞ്ച് ചെയ്യാൻ പോയ സമയത്ത് ഈ 8ാമത്തെ എലമെന്റിന് ഒന്നാമത്തെ എലമെന്റിന്റെ അതേ പ്രോപ്പർട്ടി ഉള്ളതായിട്ട് അദ്ദേഹം ഒബ്സർവ് ചെയ്യാണ്. അങ്ങനെയാണ് ഈ 8ാമത്തെ എലമെന്റിനെ ഒന്നാമത്തെ എലമെന്റിന്റെ അതേ അടിയിൽ കൊണ്ടുപോയി വെച്ചത്. അതായത് ഒന്നാമത്തെ എലമെന്റ് വെച്ചു, 2 വെച്ചു, 3 വെച്ചു, 4 വെച്ചു, 5 വെച്ചു, 6 വെച്ചു, 7 വെച്ചു. 8ാമത്തെ എലമെന്റ് അദ്ദേഹം വെക്കാൻ പോയ സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായത് 8ാമത്തെ എലമെന്റ് ഒന്നാമത്തെ എലമെന്റിന്റെ അതേ പ്രോപ്പർട്ടിയാണ് മനസ്സിലായപ്പോൾ ഈ 8ാമത്തെ എലമെന്റിനെ ഒന്നാമത്തെ എലമെന്റ് നേരെ തൊട്ടുതായി കൊണ്ടുവച്ചു. അപ്പൊ അത് മനസ്സിലായി. നമുക്കറിയാം മ്യൂസിക്കൽ നോട്ടിനകത്തെ സ, ജി, ഗ, മ, പ, ദ, നി, സ, അതായത് സ വീണ്ടും ഒരേപോലെ വരുന്ന പോലെ മ്യൂസിക്കൽ നോട്ടിലെ ഒന്നാമത്തെയും 8ാമത്തെയും മ്യൂസിക്കൽ നോട്ട് ഒരുപോലെ ആകുന്നുണ്ട് എന്നതുപോലെ ആയതുകൊണ്ട് അദ്ദേഹം ഇതിനെ വിളിച്ച പേരാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്നാണ് വിളിച്ചത്. എന്താ വിളിച്ചത്? ലോ ഓഫ് ഒക്ടേവ്സ് എന്നാണ് വിളിച്ചത്. അതായത് he noted that the properties of every 8th element starting from a given element having the same property of the first element, just like the resemblance of the first and 8th musical note. This is called law of octaves. എന്താ അത് കണ്ടുപിടിച്ച 1864 പറഞ്ഞു. ഇദ്ദേഹം എലമെന്റുകൾ അറേഞ്ച് ചെയ്തത് ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് വെയിറ്റ് ആണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിൽ എലമെന്റുകൾ പറഞ്ഞു. എന്താണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞു. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഈ ലോയുടെ ലിമിറ്റേഷൻ എന്താണ് എന്നാണ് പറയാൻ പോകുന്നത്. ലിമിറ്റേഷൻ, ഈ ലോയുടെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ എലമെന്റുകൾ ഇത് എവിടെ വരെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ വെച്ചാൽ കാൽസ്യം വരെയുള്ള എലമെന്റുകൾക്ക് മാത്രമേ ഏതൊരു അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, ന്യൂലാൻഡ്സ് ക്ലാസിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ക്യാൻ ഓൺലി അപ്ലിക്കബിൾ അപ് ടു കാൽസ്യം എന്നുള്ളതാണ്. രണ്ടാമത്തെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6, 7, അതായത് ഈ ഹാലജൻസിന്റെ തൊട്ടടുത്ത് 18ാമത്തെ ഗ്രൂപ്പായിട്ടുള്ള നോബിൾ ഗ്യാസുകൾ ഡിസ്കവർ ചെയ്തോടുകൂടി പിന്നെ 8ാമത്തെ എലമെന്റ് ആരായി മാറി മക്കളെ? നോബിൾ ഗ്യാസ് ആയി. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നാമത്തെ 8ാമത്തെ എലമെന്റ് ഒരേ പ്രോപ്പർട്ടി ഉണ്ടാവുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ നോബിൾ ഗ്യാസ് ഡിസ്കവർ ചെയ്തോടുകൂടി ഈ ലോ തന്നെ എന്ത് ചെയ്യപ്പെട്ടു പോയി? റിജക്ട് ചെയ്യപ്പെട്ടു. ആഫ്റ്റർ ദ ഡിസ്കവറി ഓഫ് നോബിൾ ഗ്യാസ് ദ പ്രോപ്പർട്ടീസ് ഓഫ് 8th എലമെന്റ് ആർ നോട്ട് സിമിലർ ടു ദാറ്റ് ഓഫ് ഫസ്റ്റ്, ഹെൻസ് ദ ലോ ഈസ് റിജക്റ്റഡ്. മക്കൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ മൂന്നാമത്തെ എർലിയർ ക്ലാസിഫിക്കേഷനിൽ പോകുമ്പോഴാണ് ദാറ്റ് ഈസ് ലോത്തർ മേയർ ക്ലാസിഫിക്കേഷൻ ആണ്. മൂന്നാമത്താണ് ദാറ്റ് ഈസ് ലോത്തർ മേയർ ക്ലാസിഫിക്കേഷൻ. 1869 ലോത്തർ മേയർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് അദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ മെത്തേഡ് ആയിട്ടുള്ള ലോത്തർ മേയർ ക്ലാസിഫിക്കേഷൻ ഡിസ്കവർ ചെയ്യുന്നത്. ഇദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷൻ ടെക്നിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിക്കുന്നത് അറ്റോമിക് വോളിയവും അറ്റോമിക് വെയിറ്റും തമ്മിലുള്ള ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഈ പ്ലോട്ടഡ് എ ഗ്രാഫ് ബിറ്റ്വീൻ അറ്റോമിക് വോളിയം ആൻഡ് അറ്റോമിക് വെയിറ്റ്. എന്താണ് ഇദ്ദേഹത്തിന്റെ പീരിയോഡിക് ലോത്തർ മേയറിന്റെ ഒരു പീരിയോഡിക് ലോ ഉണ്ട്. എന്താണ് ഇദ്ദേഹത്തിന്റെ പീരിയോഡിക് ലോ പറയുന്നത് വെച്ചാൽ പ്രോപ്പർട്ടീസ് ഓഫ് എൻ എലമെന്റ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് വോളിയം എന്നാണ് അദ്ദേഹത്തിന്റെ ലോ. അപ്പോൾ അദ്ദേഹത്തിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഒന്ന് ഞാൻ കാണിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. അദ്ദേഹം അറ്റോമിക് വോളിയവും അതുപോലെ തന്നെ അറ്റോമിക് വെയിറ്റും തമ്മിൽ അദ്ദേഹം ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരയ്ക്കാം. അദ്ദേഹത്തിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ വരച്ച സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെയാണ് അദ്ദേഹത്തിന് ഗ്രാഫ് കിട്ടിയത്. ഈ ഗ്രാഫിൽ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്ത കാര്യം, ഈ ഗ്രാഫ് നോക്കിയ സമയത്ത് ഈ ഗ്രാഫിന്റെ ഏറ്റവും ക്രസ്റ്റ് ഭാഗത്ത് ഉണ്ടാകുന്ന എലമെന്റ് ആരൊക്കെയാന്ന് വെച്ചാൽ ലിഥിയം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്രസ്റ്റ് പൊസിലുകളെല്ലാം ഉണ്ടാവുന്നത് ആൽക്കലി മെറ്റലുകളാണ്. ഇതിന്റെ ഈ ട്രഫ് പൊസിലുകൾ ആരാണ്ടാവുക വെച്ചാൽ ട്രാൻസിഷൻ എലമെന്റുകളാണ് ഉണ്ടാവുക. ഇതിന്റെ അസെൻഡിങ് ടോപ്പുകളിൽ ആരാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ തുടങ്ങിയ ആൾക്കാർ ഹാലജൻസ് ഉണ്ടാവുക. ഇതിന്റെ ഡിസെൻഡിങ് ടോപ്പുകൾ ആരാണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ
ബെറിലിയം, മഗ്നീഷ്യം തുടങ്ങിയ ആൽക്കലൈൻ എർത്ത് മെറ്റലുകളാവും. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തത്. ശ്രദ്ധിക്കുക, അറ്റോമിക് വോളിയവും അറ്റോമിക് വെയിറ്റും തമ്മിൽ ലോത്തർ മേയർ അദ്ദേഹത്തിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പ്ലോട്ട് ചെയ്ത സമയത്ത് അദ്ദേഹം ഈ ഗ്രാഫിൽ നിന്ന് 4 കാര്യങ്ങളാണ് കാണുന്നത്. ഒന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഗ്രാഫിന്റെ ക്രസ്റ്റുകളിൽ ആരാണ് ഉണ്ടാവുക വെച്ചാൽ ആൽക്കലി മെറ്റൽസ് ആർ ദ ക്രസ്റ്റ്. അടുത്ത ട്രാൻസിഷൻ എലമെന്റ്സ് ആർ ദ ട്രഫ്. ഹാലജൻസ് അറ്റ് ദ അസെൻഡിംഗ് ടോപ്പ് and the alkaline earth metals are the descending top. ഇങ്ങനെ 4 കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിൽ നിന്ന് അദ്ദേഹം ഐഡന്റിഫൈ ചെയ്യുന്നത്. ഈ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇദ്ദേഹത്തിന്റെ ലിമിറ്റേഷൻ ആണ്. ഈ ലോയുടെ ലിമിറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ക്ലാസിഫിക്കേഷൻ ആണെന്നാണ്. അദ്ദേഹത്തിന്റെ ഒരു ഹൈപ്പോത്തസിസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇദ്ദേഹം ഈ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ പ്ലോട്ട് ചെയ്തത് എന്നാണ്. മക്കളെ, എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ NCERT ആകെ ലോത്തർ മേയർ എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് മാത്രമാണ് NCERT ആകെ സംസാരിച്ചിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പ്രീവിയസ് ആയിട്ട് എക്സാമ്പിൾക്ക് ചോദിച്ച ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് NCERT നിർബന്ധമായിട്ടും കൃത്യമായിട്ട് വായിക്കണമെന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഏർലിയർ ക്ലാസിഫിക്കേഷനിലെ 4ാമത്തെ ക്ലാസിഫിക്കേഷൻ ടെക്നിക്കാണ് ദാറ്റ് ഈസ് മെന്റൽ യൂസ് ക്ലാസിഫിക്കേഷൻ. നിങ്ങൾ എല്ലാവരും പഠിച്ച് ഓർമ്മ ഉണ്ടാകുന്ന ക്ലാസിഫിക്കേഷനാണ് ദാറ്റ് ഈസ് മെന്റൽ യൂസ് ക്ലാസിഫിക്കേഷൻ. മെന്റൽ യൂസ് ക്ലാസിഫിക്കേഷൻ മക്കളെ, മെന്റൽ യൂസ് ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ച ഡിമിത്രി മെന്റലീവ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് മെന്റൽ യൂസ് ക്ലാസിഫിക്കേഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇദ്ദേഹം എലമെന്റുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിച്ചാൽ ഈ അറേഞ്ച് ചെയ്ത എലമെന്റ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദെയർ അറ്റോമിക് വെയിറ്റ്. അറ്റോമിക് വെയിറ്റിന്റെ ഇൻക്രീസിംഗ് ഓർഡറിലാണ് ഇദ്ദേഹം എലമെന്റുകളെ അറേഞ്ച് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ഒരു ലോയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ആ ലോയെ നമ്മൾ വിളിക്കുന്നവരാണ് മെന്റൽ യൂസ് പീരിയോഡിക് ലോ എന്നാണ് വിളിക്കുക. മെന്റൽ യൂസ് പീരിയോഡിക് ലോ എന്താണ് മക്കളെ? മെന്റൽ യൂസ് പീരിയോഡിക് ലോ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പറയാ: ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എൻ എലമെന്റ് ആർ ദ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് വെയിറ്റ് എന്നാണ്. ഒരു എലമെന്റിന്റെ ഫിസിക്കലും കെമിക്കലും ആയിട്ടുള്ള പ്രോപ്പർട്ടി ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിന്റെ അറ്റോമിക് വെയിറ്റിനെ ആണ് എന്നുള്ളതാണ്. The physical and chemical properties of an element are the periodic functions of their atomic weight. അടുത്ത പോയെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ കണ്ടുപിടിക്കുന്നത് ഒരിക്കൽ എൻട്രൻസിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അറ്റ് ദ ടൈം ഓഫ് മെന്റലീവ് എത്ര എലമെന്റുകളാണ് ഡിസ്കവർ ചെയ്തിരുന്നതെന്ന് ആയിരിക്കും പറയാൻ പറ്റുമോ? എക്സാമിനൊക്കെ ചോദിച്ച ഒരു എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. അറ്റ് ദ ടൈം ഓഫ് മെന്റലീവ് ഡാഷ് എലമെന്റ്സ് ആർ ഡിസ്കവേർഡ്. എത്രയായിരിക്കും മക്കളെ? at the time of Mendeleev only 63 elements are known. 63 എലമെന്റുകളായിരുന്നു അദ്ദേഹം അന്ന് കണ്ടുപിടിച്ചതെന്നാണ്. ഇദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ ഇദ്ദേഹം എലമെന്റുകളെ ഇങ്ങനെ ഹൊറിസോണ്ടൽ റോ ആയിട്ട് അറേഞ്ച് ചെയ്തു. അദ്ദേഹത്തെ അതിന് വിളിച്ച പേരാണ്, അതിനാണ് പീരിയഡ് എന്ന് വിളിച്ചു. പീരിയഡ്. ഇനി ഇദ്ദേഹം എലമെന്റുകളെ ഇങ്ങനെ വെർട്ടിക്കൽ കോളങ്ങളായിട്ട് അറേഞ്ച് ചെയ്തു. അതിന് അദ്ദേഹം വിളിച്ച പേരാണ് ഗ്രൂപ്പ് എന്നാണ്. അപ്പോൾ പീരിയഡും ഗ്രൂപ്പും ആദ്യമായിട്ട് കൊണ്ടുവന്ന ആൾ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെന്റൽ യൂസ് ക്ലാസിഫിക്കേഷൻ. ഈ അറേഞ്ച് ചെയ്ത എലമെന്റ്സ് എന്താ? ഹൊറിസോണ്ടൽ റോ കോൾഡ് പീരിയഡ് ആൻഡ് വെർട്ടിക്കൽ കോളം കോൾഡ് ഗ്രൂപ്പ് എന്നാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ക്ലാസിഫിക്കേഷന്റെ മെറിറ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ മെറിറ്റ്സ് ഓഫ് ദ മെന്റൽ യൂസ് ക്ലാസിഫിക്കേഷൻ. ഒന്നാമത്തെ മെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കാണുന്ന പീരിയോഡിക് ടേബിളിലേക്കുള്ള ആദ്യമായിട്ടുള്ള ഫോർമാറ്റ് നൽകിയത് ആരായിരുന്നു വെച്ചാൽ മെന്റൽ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കോംപ്രഹെൻസീവ് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്. രണ്ടാമത്തെ കുറെ എലമെന്റുകളുടെ ഒക്കെ അറ്റോമിക് നമ്പറിൽ അറ്റോമിക് വെയിറ്റിലൊക്കെ വേരിയേഷൻ ഉണ്ടായിരുന്നു. ആ അറ്റോമിക് വെയിറ്റുകളൊക്കെ ആര് കറക്റ്റ് ചെയ്തു എന്ന് വെച്ചാൽ മെന്റലി കറക്റ്റ് ചെയ്തു. ഈ കറക്റ്റഡ് ദ റോങ് അറ്റോമിക് വെയിറ്റ് ഓഫ് സം എലമെന്റ്സ്. മൂന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില എലമെന്റുകളെയൊന്നും ആർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. മെന്റലീവിന് കണ്ടുപിടിക്കാൻ പറ്റാതായപ്പോൾ അദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിൾ അദ്ദേഹം ചില എലമെന്റുകൾക്ക് കുറച്ച് സ്പേസുകൾ ഒഴിവാക്കിയിട്ടു. ഹി ലെഫ്റ്റ് സം വേക്കന്റ് സ്പേസസ് ഫോർ അൺഡിസ്കവേർഡ് എലമെന്റ്. നാലാമത്തെന്ന് പറഞ്ഞാൽ ഒരേ പ്രോപ്പർട്ടി ഉള്ള ആളുകളെല്ലാം ഇദ്ദേഹം ഒരേ സ്ഥലത്ത് ഒരേ ഗ്രൂപ്പിൽ അറേഞ്ച് ചെയ്യുന്നതാണ്. എലമെന്റ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. 4 മെറിറ്റുകൾ പറഞ്ഞു. ഒന്നാമത്തെ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് കോംപ്രഹെൻസീവ് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്. രണ്ടാമത്തെ ഈ കറക്റ്റഡ് ദ റോങ് അറ്റോമിക് വെയിറ്റ് ഓഫ് സം എലമെന്റ്. മൂന്നാമത്തെ ഈ ലെഫ്റ്റ് സം വേക്കന്റ് സ്പേസസ് ഫോർ അൺഡിസ്കവേർഡ് എലമെന്റ്. നാലാമത്തെ എന്ന് പറഞ്ഞാൽ എലമെന്റ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ സെയിം ഗ്രൂപ്പ്. അടുത്തായിട്ട് പറയാൻ പോകുന്ന ഇദ്ദേഹത്തിന്റെ ഡിമെറിറ്റുകളാണ്. ഡിമെറിറ്റ്സ് ഓഫ് മെന്റൽ യൂസ് പീരിയോഡിക് ടേബിൾ. എന്താണ് ഇദ്ദേഹത്തിന്റെ ഡിമെറിറ്റ് എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന്റെ പീരിയോഡിക് ടേബിളിൽ ഇയാൾക്ക് ഹൈഡ്രജന് വ്യക്തമായ ഒരു പൊസിഷൻ നൽകാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഈ കുഡ് നോട്ട് ഗിവ് എൻ എക്സാക്ട് പൊസിഷൻ ഫോർ ഹൈഡ്രജൻ. രണ്ടാമതെന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് അതുപോലെ ലാന്തനോയിഡ്സുകൾക്കും ആക്ടിനോയിഡുകൾക്കും ഒരു വ്യക്തമായ പൊസിഷൻ നൽകാനും ആർക്ക് സാധിച്ചിട്ടില്ല? ഈ മെന്റലീവിന് സാധിച്ചില്ല. ഈ കുഡ് നോട്ട് ഗിവ് എൻ എക്സാക്ട് പൊസിഷൻ ഫോർ ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സിന്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ടോപ്പിക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോമൻക്ലേച്ചർ ഓഫ് എലമെന്റ്സ് വിത്ത് അറ്റോമിക് നമ്പർ ഗ്രേറ്റർ ദാൻ 100. എന്ന് പറഞ്ഞാൽ 100ന്റെ മുകളിൽ അറ്റോമിക് നമ്പർ വന്നു കഴിഞ്ഞാൽ അവരുടെ നെയിം എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ ടോപ്പിക്കിനകത്തോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബോക്സ് കാണിക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരു ബോക്സ് കാണിക്കുന്നുണ്ട്.
ആദ്യത്തിനകത്ത് ഡിജിറ്റ്, രണ്ടാമത്തിനകത്ത് നെയിം, അബ്രിവിയേഷൻ. നിങ്ങൾക്കറിയാം ഡിജിറ്റ് 0, 1, 2, 3, 4, 5, 6, 7, 8 and 9. 0, 1, 2, 3, 4, 5, 6, 7, 9, 8, 9. 0 നമ്മൾ വിളിക്കുക നിൽ എന്നാണ് പറയാം. നിൽ, നിൽ. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഡിനോട്ട് ചെയ്യുക എൻ എന്ന് വെച്ചിട്ടാണ് കാണിക്കാം. 1 ആണെങ്കിൽ ഇതിനെ അൺ എന്നാണ് പറയാം, അൺ. 2 ആണെങ്കിൽ ബൈ, 3 ആണെങ്കിൽ ട്രൈ, 4 ആണെങ്കിൽ ക്വാഡ്, 5 ആണെങ്കിൽ പെൻഡ്, 6 ആണെങ്കിൽ ഹെക്സ്, 7 ആണെങ്കിൽ സെപ്റ്റ്, 8 ആണെങ്കിൽ ഓക്ട്, 9 ആണെങ്കിൽ എൺ എന്നാണ്. ഒന്നുകൂടെ പറയാം. 0 ആണെങ്കിൽ നിൽ, 1 ആണെങ്കിൽ അൺ, 2 ബൈ, 3 ട്രൈ, 4 ക്വാഡ്, 5 പെൻഡ്, 6 ഹെക്സ്, 7 സെപ്റ്റ്, 8 ഒക്ട്, 9 എണ്ണ്. അങ്ങനെയാണ് ഇതിനെ ഓരോ ഫസ്റ്റ് ലെറ്റർ കാണിച്ചു കൊടുത്താൽ മതി. 0 നമ്മൾ എന്നെ വെച്ചിട്ട് കാണിക്കുക, 1 യു വെച്ചിട്ട്, 2 ബി വെച്ചിട്ട്, 3 ടി, അടുത്ത് ക്യൂ, അടുത്ത് പി, എച്ച്, എസ്, ഒ, ഇ. ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് ഓരോരുടെ പേര് പറഞ്ഞു നോക്കാം. അതായത് ഉദാഹരണത്തിന് 100ന്റെ മുകളിലുള്ള ആൾക്കാരുടെ അറ്റോമിക് നമ്പർ ആണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. ഉദാഹരണത്തിന് 101 ആണ് നോക്കുക. 101 ആണെങ്കിൽ ആദ്യത്തെ ആളാര 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, 1 എന്ന് പറഞ്ഞാൽ അൺ. അപ്പൊ ഞാൻ അവിടെ ഇതാ അൺ എന്ന് എഴുതി. സംശയം ഉണ്ടോ? ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 എന്താ വിളിക്കാം? നിൽ. അപ്പൊ അടുത്ത ഇതാ നിൽ. മൂന്നാമത്തെ 1 ആണെങ്കിൽ എന്താ വിളിക്കുക? അൺ. അവസാനത്തിൽ ഒരു ഐ യു എം ആടി തീർക്കുക. അപ്പൊ 101ന്റെ പേരെന്താന്ന് വെച്ചാൽ അൺ നിൽ അണിയം എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? അൺ നിൽ അണിയം. ഇത് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുക വെച്ചാൽ ഓരോ ഫസ്റ്റ് ലെറ്റർ കാണിച്ചു കൊടുക്കുക. 1 ആണെങ്കിൽ അൺ, അപ്പൊ യു. 0 ആണെങ്കിൽ എൻ, വീണ്ടും 1 ആണെങ്കിൽ യു. അപ്പൊ ഇതിനെ യു എൻ യു എന്നാണ് നമ്മൾ കാണിക്കുക. അപ്പൊ അതിനെ വിളിക്കുന്ന പേര് അൺ നിൽ അണിയം. ഇനി മക്കളെ 102 ആണെങ്കിലോ? 102 ആണെങ്കിൽ എന്താ വിളിക്കുക? 102 ആകുമ്പോൾ 1 ആകുമ്പോൾ അൺ, 0 ആകുമ്പോൾ നിൽ, 2 ആകുമ്പോൾ ബൈ. അപ്പൊ എന്താ വിളിക്കുക? അൺ നിൽ ബിയം. 103 ആണെങ്കിലോ? അൺ നിൽ ട്രിയം. 104 ആണെങ്കിൽ അൺ നിൽ കോഡിയം. 105 ആണെങ്കിൽ അൺ നിൽ പെൻഡിയം. 106 ആണെങ്കിൽ അൺ നിൽ ഹെക്സിയം. 107 ആണെങ്കിൽ അൺ നിൽ സെപ്റ്റിയം. അങ്ങനെ അങ്ങനെ പോകും. 108 ആണെങ്കിൽ അൺ നിൽ ഒക്ടിയം. 109 ആണെങ്കിൽ അൺ നിൽ എൻഡിയം. 110 ആണെങ്കിൽ അൺ അൺ നീലിയം. 111 ആണെങ്കിൽ അൺ അൺ അണിയം. 112 ആണെങ്കിൽ അൺ അൺ ബിയം. 113 ആണെങ്കിൽ അൺ അൺ ട്രിയം. അങ്ങനെ 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 പോവുകയാണ് ചെയ്യാം. സംശയം ഉണ്ടോ? ഇനിയിപ്പോൾ ഒരു 118 അല്ലെങ്കിൽ 115 ഏത് ചോദിച്ചാലും പറയാൻ പറ്റില്ലേ? 115 ആണെങ്കിൽ പറയാം അൺ അൺ പെൻഡിയം. 116 ആണെങ്കിലോ അൺ അൺ ഹെക്സിയം. 116 ആണെങ്കിലോ 117 ആണെങ്കിലോ അൺ അൺ സെപ്റ്റിയം. അങ്ങനെ 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 പോകും. ഇവിടെ ശ്രദ്ധിക്കുക, ഈ എലമെന്റുകളെല്ലാം നമ്മൾ IUPAC പ്രകാരം ഈ ആൾക്കാരുടെ എല്ലാവരുടെയും പേര് കണ്ടുപിടിച്ചിട്ട് അതുകൂടി ഒന്ന് പഠിച്ചു വെക്കുക. 101, 102, 103, 104 ഒക്കെ നമ്മൾ ഇങ്ങനെയാണ് പറയാ. 101 നമ്മൾ ആദ്യം വിളിച്ചിരുന്നത് അൺ നിൽ അണിയം എന്നായിരുന്നെങ്കിൽ IUPAC ഇപ്പൊ 101 ഒരു പേര് കണ്ടുപിടിച്ചിട്ട് അതിന്റെ പേരാണ് മെന്റലീവിയം എന്നാണ് പറയുന്നത്. എന്താ പറയാ? മെന്റലീവിയം. 102 വിളിക്കുക നൊബേലിയം എന്നാണ്. 103 ലോറൻഷ്യം എന്നാണ് വിളിക്കുക. 104 എന്താ വിളിക്കുക വെച്ചാൽ ഇതിനെ റുദർഫോഡിയം എന്നാണ് വിളിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. 104 വിളിക്കുന്നവര് റുദർഫോഡിയം എന്നാണ് വിളിക്കുക. റുദർഫോഡിയം, റുദർഫോഡിയം. എൻട്രൻസ് എക്സാം ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. റുദർഫോഡിയത്തെ വിളിക്കുന്ന മറ്റൊരു പേരെന്താണെന്ന് അതുകൂടി പഠിച്ചിട്ടുള്ള. റുദർഫോഡിയം ഈസ് ആൾസോ കോൾഡ് ആസ് കുർച്ചറ്റോവിയം എന്നാണ് വിളിക്കുക. കുർച്ചറ്റോവിയം, കുർച്ചറ്റോവിയം. അപ്പോൾ IUPAC നോമൻക്ലേച്ചർ കൂടെ എല്ലാവരും പഠിച്ചിട്ടുള്ള. 101 ആണെങ്കിൽ മെന്റലീവിയം, 102 ആണെങ്കിൽ നൊബേലിയം, 103 ആണെങ്കിൽ ലോറൻഷ്യം, 104 ആണെങ്കിൽ റുദർഫോഡിയം, 105 ആണെങ്കിൽ ഡെബിനിയം, 106 ആണെങ്കിൽ സീബോഗിയം, ബോറിയം, ആസിയം, മെയ്റ്റ്നേറിയം, ഡംസ്റ്റാഡ്സിയം, റോൻറ്റഗിനിയം, കോപ്പർനിക്കിയം. അങ്ങനെയാണ് സാധനങ്ങൾ പോവുക. 118 ആണെങ്കിൽ ഒഗനസൺ, 117 ആണെങ്കിൽ ടെന്നസൈ, ലിവമോറിയം, മോസ്കോവിയം, ഫ്ലറോവിയം, നിഹോണിയം. സാധനങ്ങൾ പഠിച്ചു. ഞാൻ വേണ്ടി ഇവിടെ ഒന്ന് കാണിക്കാം. 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 16, 17, 18. ഓരോ ആൾക്കാരുടെ പേരെന്ന് പറഞ്ഞാൽ 101 ഞാൻ ഈ ഓർഡറിലാണ് പറഞ്ഞു പോവാം. ശ്രദ്ധിക്കുക എല്ലാവരും. 101ന്റെ പേര് മെന്റലീവിയം എന്നാണ്. 101 എന്റെ കൂടെ എഴുതി പോയിക്കോളാം. 101 വിളിക്കുന്ന പേര് മെന്റലീവിയം. 102
നൊബേലിയം. 103 ലോറൻഷ്യം, റുദർഫോർഡിയം, ഡബ്നിയം, സീബോർഗിയം, ബോറിയം, ഹാസിയം, മെഗ്നേറിയം, ഡംസ്റ്റാർഷ്യം, റോൻറ്റഗിനിയം, കോപ്പർനിക്കിയം. മറ്റേതാണ് കൂടെ പറയാം. മെന്റലീവിയം, നൊബേലിയം, ലോറൻഷ്യം, റുദർഫോർഡിയം. റുദർഫോർഡിയം is also called as കുർച്ചറ്റോവിയം. മെന്റലീവിയം, നൊബേലിയം, ലോറൻഷ്യം, റുദർഫോർഡിയം, ഡബ്നിയം, സീബോർഗിയം, ബോറിയം, ഹാസിയം, മെഗ്നേറിയം, ഡംസ്റ്റാർഷ്യം, റോൻറ്റഗിനിയം ആൻഡ് കോപ്പർനിക്കിയം. പീരിയോഡിക് ടേബിൾ ഏറ്റവും അവസാനത്തെ എലമെന്റ് ആണ് 118. അതിനെ വിളിക്കുന്നവരാണ് ഒക്കനസൺ എന്നാണ് വിളിക്കുക. ഒക്കനസൺ. 117 ടെന്നസൈൻ, ലിവമോറിയം, മോസ്കോവിയം, ഫ്ലറോവിയം ആൻഡ് നിഹോണിയം. ഇങ്ങനെയാണ് 101 മുതൽ 118 വരെയുള്ള എലമെന്റുകളുടെ പേരുകൾ പറയുക. പീരിയോഡിക് ടേബിളിൽ 1 മുതൽ 118 വരെയുള്ള എലമെന്റുകളുടെ പേരുകൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതിൽ എസ് ബ്ലോക്ക് എലമെന്റുകൾ പഠിക്കണം, പി ബ്ലോക്ക് പഠിക്കണം, ഡി ബ്ലോക്ക് പഠിക്കണം, എഫ് ബ്ലോക്ക് പഠിക്കണം. പീരിയോഡിക് ടേബിളിലെ എല്ലാ ബ്ലോക്കുകളുടെ എലമെന്റുകളും നിങ്ങൾ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക് ഒക്കെ നമുക്ക് വേറെ ചാപ്റ്ററുകളായിട്ട് വരുന്നതുകൊണ്ടാണ് അവരുടെ പേരുകൾ ഞാൻ ഇവിടെ പറയാതെ പോകുന്നത്. നിർബന്ധമായിട്ടും പീരിയോഡിക് ടേബിളിലെ എല്ലാ എലമെന്റുകളുടെ പേരുകളും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ മക്കളെ ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. ദാറ്റ് ഈസ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്. എന്താണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടീസ് വിച്ച് റിപ്പീറ്റ് ആഫ്റ്റർ എ റെഗുലർ ഇന്റർവൽ ഈസ് കോൾഡ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്നാണ്. അതായത് ഒരു റെഗുലർ ഇന്റർവൽ കഴിയുന്നതിനനുസരിച്ചും പ്രോപ്പർട്ടി വീണ്ടും വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള പ്രോപ്പർട്ടികൾ നമ്മൾ വിളിക്കുന്നവരാണ് പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയാം. ഈ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഒരുപാട് തരത്തിലുണ്ട്. ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അറ്റോമിക് റേഡിയസ് ആണ്. മക്കളെല്ലാവരും നിർബന്ധമായിട്ടും NCERT വായിക്കണം. ഇത് വളരെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഏരിയകളാണ്. നമ്മൾ റിപ്പീറ്റർ സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കാൻ പറ്റുന്ന ഏരിയകളാണ്. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ക്ലാസ് കേട്ടതിന് ശേഷം NCERT നിർബന്ധമായിട്ടും വായിക്കുക. അതിൽ ഒന്നാമത്താണ് ദാറ്റ് ഈസ് അറ്റോമിക് റേഡിയസ്. അറ്റോമിക് റേഡിയസ്. വാട്ട് ഈസ് അറ്റോമിക് റേഡിയസ് എന്ന് വെച്ചാൽ എന്താണ് അറ്റോമിക് റേഡിയസ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് പറയുക. ഇറ്റ് ഈസ് ദ ഹൈപ്പോത്തറ്റിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് വാലൻസ് ഇലക്ട്രോൺ. അതായത് ന്യൂക്ലിയസിന്റെ സെന്റർ മുതൽ വാലൻസ് ഇലക്ട്രോൺ വരെയുള്ള ഈ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്നവരാണ് അറ്റോമിക് റേഡിയസ് എന്നാണ് പറയുക. വാട്ട് ഈസ് അറ്റോമിക് റേഡിയസ്? ഇറ്റ് ഈസ് ദ ഹൈപ്പോത്തറ്റിക്കൽ ഡിസ്റ്റൻസ്. എന്തുകൊണ്ടാണ് ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറയാനുള്ള കാരണം ഞാൻ ശേഷം പറയാം. ഇറ്റ് ഈസ് ദ ഹൈപ്പോത്തറ്റിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെന്റർ ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് വാലൻസ് ഇലക്ട്രോൺ. എന്തുകൊണ്ടാണ് ഇതിനെ ഹൈപ്പോത്തറ്റിക്കൽ ഡിസ്റ്റൻസ് എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും തന്നെ ഒരൊറ്റ ആറ്റത്തിനുമായിട്ട് എന്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല? അറ്റോമിക് റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്താണ് അറ്റോമിക് റേഡിയസ് ഓഫ് ഇൻഡിവിജ്വൽ ആറ്റം cannot be measured. We can only measure atomic. അതായത് എങ്ങനെയാണ് റേഡിയസ് കണ്ടുപിടിക്കുക വെച്ചാൽ ഒന്നിലധികം ആറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരുടെ അറ്റോമിക് റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഈ അറ്റോമിക് റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി 3 മെത്തേഡുകളുണ്ട്. ഒന്നാമത്തെ നമ്മൾ വിളിക്കുന്നവരാണ് കോവാലന്റ് റേഡിയസ് എന്നാണ് വിളിക്കുന്നത്. വിളിക്കാം കോവാലന്റ് റേഡിയസ്. രണ്ടാമത്തെ വിളിക്കുന്നവരാണ് വാണ്ടർവാൾ റേഡിയസ് എന്നാണ് വിളിക്കുക. വാണ്ടർവാൾ റേഡിയസ്. മൂന്നാമത്തെ വിളിക്കുന്നവരാണ് മെറ്റാലിക് റേഡിയസ് എന്നാണ് പറയുക. മെറ്റാലിക് റേഡിയസ്. അപ്പൊ എന്താണ് കോവാലന്റ് റേഡിയസ് എന്ന് വെച്ചാൽ ഇങ്ങനെ പറയാം. കോവാലന്റ് റേഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരാറ്റത്തിനെ മാത്രമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2 കോവലന്റ്ലി ബോണ്ടഡ് ആയിട്ടുള്ള 2 ആറ്റങ്ങൾ എടുക്കുക. ഈ ഒന്നാമത്തെ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഇതാണ്, രണ്ടാമത്തെ ആറ്റത്തിന്റെ ന്യൂക്ലിയസ് ഇതാണെങ്കിൽ ഈ കോവാലന്റ്ലി ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ 2 ന്യൂക്ലിയസുകൾ തമ്മിൽ ഉണ്ടാകുന്ന ഡിസ്റ്റൻസിനെയാണ് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് എന്നാണ് വിളിക്കുക. ഇതാണ് ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ്. ഈ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ പകുതിനെ നമ്മൾ വിളിക്കുന്നവരാണ് കോവാലന്റ് റേഡിയസ് എന്ന് പറയുക. വാട്ട് ഈസ് കോവാലന്റ് റേഡിയസ്? ഇറ്റ് ഈസ് ദ ഹാഫ് ഓഫ് ദ ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 കോവലന്റ്ലി ബോണ്ടഡ് ആറ്റം. 2 കോവലന്റ്ലി ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ പകുതി. അതുകൊണ്ട് തന്നെ കോവാലന്റ് റേഡിയസ് നിങ്ങൾക്കറിയാം. നമ്മൾ വിചാരിക്കുന്ന റേഡിയസ് എത്ര ഉണ്ടെങ്കിൽ കോവാലന്റ് റേഡിയസ് എപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റേഡിയസിനേക്കാൾ എന്തായിരിക്കും? വളരെ ചെറുതായിരിക്കുന്നതാണ്. മനസ്സിലാവാത്ത കാര്യമുണ്ടോ? ഇതാണ് കോവാലന്റ് റേഡിയസ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന വാണ്ടർവാൾ റേഡിയസ് ആണ്. വാണ്ടർവാൾ റേഡിയസ് എന്താണ്? വാണ്ടർവാൾ റേഡിയസ് എന്ന് വെച്ചാൽ 2 വാണ്ടർവാൾ റേഡിയസ് എന്ന് പറഞ്ഞാൽ 2 നോൺ ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ പകുതിനെ വിളിക്കുന്നവരാണ് വാണ്ടർവാൾ റേഡിയസ്. എന്ന് പറഞ്ഞാൽ 2 നോൺ ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റങ്ങൾ. സാധാരണ നമ്മൾ നോബൽ ഗ്യാസുകൾക്കാണ് നമ്മൾ വാണ്ടർവാൾ റേഡിയസ് കണ്ടുപിടിക്കാറില്ല. കാരണം അവരെന്തായിരിക്കും? നോൺ ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റങ്ങളായിരിക്കും. അപ്പൊ 2 നോൺ ബോണ്ടഡ് ആയിട്ടുള്ള ആറ്റങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ പകുതിയാണ് വാണ്ടർവാൾ റേഡിയസ്. എപ്പോഴും വാണ്ടർവാൾ റേഡിയസ് എന്ന് പറയുന്നത് അത് എക്സ്പെക്ട് ചെയ്യുന്ന റേഡിയസിനേക്കാൾ എന്തായിരിക്കും? വളരെ വലുതായിരിക്കും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്താണ് ദാറ്റ് ഈസ് മെറ്റാലിക് റേഡിയസ്. എന്താണ് മെറ്റാലിക് റേഡിയസ് എന്ന് വെച്ചാൽ 2 മെറ്റാലിക് ക്രിസ്റ്റലുകൾക്കിടയിൽ ഉണ്ടാകുന്ന ഇന്റർ ന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ പകുതിയാണ് നമ്മൾ എന്ത് മെറ്റാലിക് റേഡിയസ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? എക്സ്പെക്ട് ചെയ്യുന്ന റേഡിയസിന് ഈക്വൽ ആയിരിക്കും എന്നുള്ള ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അറ്റോമിക് റേഡിയസ് എന്നാണ് വിളിക്കുക. അറ്റോമിക് റേഡിയസ്.
അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ വിളിക്കുന്നവരാണ് അയോണിക് റേഡിയസ് എന്നാണ് പറയുന്നത്. പറയാം അയോണിക് റേഡിയസ്. അയോണിക് റേഡിയസ് എന്ന് വെച്ചാൽ ഇത് നമ്മൾ എങ്ങനെയാണ് പറയാ? ഇറ്റ് ഈസ് ദ ഹാഫ് ഓഫ് ദ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആനയോൺ ആൻഡ് കാറ്റയോൺ ഓഫ് ദ അയോണിക് ക്രിസ്റ്റൽ. ആനയോണും കാറ്റയോണുകളും തമ്മിൽ ഉണ്ടാകുന്ന ഈ ഇന്റർന്യൂക്ലിയർ ഡിസ്റ്റൻസിന്റെ പകുതിനെ നമ്മൾ വിളിക്കുന്നവരാണെന്ത്? നമ്മൾ അയോണിക് റേഡിയസ് എന്നാണ് പറയുന്നത്. സംശയമുണ്ടോ? ക്ലിയർ ആയിട്ടുണ്ടോ? അപ്പോൾ മൂന്നാമത്തെ പീരിയോഡിക് പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ കിടക്കാൻ വേണ്ടി പോവാണ്. മൂന്നാമത്തെ പീരിയോഡിക് പ്രോപ്പർട്ടിയുടെ പേര് ദാറ്റ് ഈസ് അയോണൈസേഷൻ എൻതാൽപ്പി എന്നാണ് പറയുക. അയോണൈസേഷൻ എൻതാൽപ്പി അല്ലെങ്കിൽ ഇതിനെ അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണൈസേഷൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. അയോണൈസേഷൻ എൻതാൽപ്പി. മക്കളെ, എന്താണ് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ എങ്ങനെയാണ് പറയാ? ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച്. അതായത് എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ എൻതാൽപ്പി ചേഞ്ച് required to remove an electron from the outermost shell of an isolated gaseous atom in its ground state. അതായത് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഗാഷ്യസ് ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജിനെ വിളിക്കുന്നവരാണ് അയണൈസേഷൻ എനർജി എന്ന് പറയാം. ഒന്നുകൂടി പറയാം, എന്താണ് അയണൈസേഷൻ എനർജി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള, ഐസൊലേറ്റഡ് എന്ന് പറഞ്ഞാൽ അത് വേറെ ആൾക്കാരുമായിട്ടൊന്നും ബൈൻഡ് ചെയ്യാൻ പാടില്ല, ഒരു ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന ഒരു ആറ്റത്തിന്റെ വാലൻസ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ നമ്മൾ റിമൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട എനർജിനെ വിളിക്കുന്നവരാണിത് അയോണൈസേഷൻ എനർജി അല്ലെങ്കിൽ അയോണൈസേഷൻ എൻതാൽപ്പി. ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് ദ ഹീറ്റ് എനർജി required to remove an electron from the outermost shell of an isolated gaseous atom in its ground state. ശ്രദ്ധിക്കുക, ഇപ്പൊ എന്തെങ്കിലും വലിയൊരു ആറ്റം ഉണ്ട്, ഒരു ചെറിയ ആറ്റം ഉണ്ട്. മക്കളെ, ഇതിൽ ഏത് ആറ്റത്തിന്റെ വാലൻസിലെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനായിരിക്കും നമ്മൾ കൂടുതൽ എനർജി കൊടുക്കേണ്ടി വരിക? ഇവിടെ ശ്രദ്ധിക്കുക. അതായത് വലിയ ആറ്റമാണെങ്കിൽ ഇതിനുള്ളിൽ കുറേ സെല്ലുകൾ ഉണ്ടാവും, ശരിയല്ലേ? കുറേ സെല്ലുണ്ടെന്ന് പറഞ്ഞാൽ ന്യൂക്ലിയസിൽ നിന്ന് ഈ വാലൻസ് സെല്ലിലേക്കുള്ള അട്രാക്ഷൻ എന്തായിരിക്കും? സെല്ല് കൂടുതൽ വെച്ചാൽ അട്രാക്ഷൻ കുറയില്ലേ? അട്രാക്ഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് എനർജി കൊടുത്താൽ തന്നെ വാലൻസ് സെല്ലിൽ നമുക്ക് ഇലക്ട്രോൺ റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി ആറ്റത്തിന്റെ സൈസ് വളരെ കുറവാണെങ്കിൽ ഈ ന്യൂക്ലിയസിന് ഈ വാലൻസ് സെല്ലിലേക്കുള്ള അട്രാക്ഷൻ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഒരു ഇലക്ട്രോണിനെ ഈ ന്യൂക്ലിയസിന്റെ അട്രാക്ഷനിൽ നിന്ന് പുറത്ത് നമ്മൾ ചാടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല എനർജി കൊടുക്കേണ്ടി വരും. അപ്പൊ സൈസ് കുറഞ്ഞ ആൾക്കാർക്ക് അയണൈസേഷൻ എനർജി കൂടുതലായിരിക്കും, സൈസ് കൂടുന്നതിനനുസരിച്ച് അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും? കുറയുകയും ചെയ്യും. അപ്പൊ നിങ്ങളറിയാം, നിങ്ങൾ പീരിയോഡിക് ടേബിൾ എടുത്താൽ പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മുകളിൽ നിന്ന് താഴത്തോട്ട് പോകുമ്പോൾ സൈസ് എന്താ ചെയ്യുന്നത് മക്കളെ? കൂടുകയാണ് ചെയ്യുന്നത്. സൈസ് കൂടുന്നതിനനുസരിച്ച് അയണൈസേഷൻ എൻതാൽപ്പി എന്താ ചെയ്യുക? കുറയുകയാണ് ചെയ്യുക. ഇനി പീരിയഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴോ സൈസ് കുറയുകയാണ് ചെയ്യുന്നത്. സൈസ് കുറയുന്നതുകൊണ്ട് അയണൈസേഷൻ എൻതാൽപ്പി എന്താ ചെയ്യുക? കൂടുകയാണ് ചെയ്യുക എന്നർത്ഥം. റെഡി? ഇനി കൂടുതലായിട്ട് ഗ്രൂപ്പിലെ വേരിയേഷന്, പീരിയഡിലെ വേരിയേഷൻ എല്ലാം നിങ്ങൾ NCERT വെച്ച് നിങ്ങൾ വായിച്ചു നോക്കണം. ആ സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത പീരിയോഡിക് പ്രോപ്പർട്ടീസിലേക്ക് നമ്മൾ പോവുകയാണ്. ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. മക്കൾ, എന്താണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ വാലൻസ് സെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എനർജി ആണെങ്കിൽ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ വാലൻസ് സെല്ലിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എൻതാൽപ്പിയാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അയോണൈസേഷൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ വാലൻസ് സെല്ലിലുള്ള ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാനാണെങ്കിൽ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ വാലൻസ് സെല്ലിലേക്ക് ഒരു ഇലക്ട്രോണിനെ ആഡ് ചെയ്യാൻ വേണ്ടി. It is the heat change or enthalpy change when an electron is added to the outermost shell of an isolated gaseous atom. ഒരു ആറ്റത്തിന്റെ വാലൻസിലേക്ക് നമ്മൾ ഇലക്ട്രോണിനെ ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന എൻതാൽപ്പിനെ വിളിക്കുന്നവരാണിത് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് ദാറ്റ് ഈസ് ഇലക്ട്രോൺ അഫിനിറ്റി എന്നാണ് പറയുക. ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോൺ അഫിനിറ്റി അല്ലെങ്കിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയാം. അതിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി പറയാം. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. മക്കൾ, എന്താ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറയുക? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ആറ്റം ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ടുവാർഡ്സ് ഇറ്റ്സെൽഫ്. ഒരു ഇലക്ട്രോൺ പെയറിനെ തൻ്റെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ഒരു ആറ്റത്തിന്റെ കഴിവിനെ നമ്മൾ വിളിക്കുന്നവരാണിത് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുക. വാട്ട് ഈസ് ഇലക്ട്രോ നെഗറ്റിവിറ്റി? ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് എൻ ആറ്റം ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺ ടുവാർഡ്സ് ഇറ്റ്സെൽഫ് ഈസ് കോൾഡ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്നാണ് പറയുന്നത്. സംശയമുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ച പീരിയോഡിക് പ്രോപ്പർട്ടീസിനെ കുറിച്ചാണ്. അതിൽ അറ്റോമിക് റേഡിയസ് പറഞ്ഞു, അയണിക് റേഡിയസ് പറഞ്ഞു,
അയണൈസേഷൻ എന്താൽപ്പി പറഞ്ഞു, ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി പറഞ്ഞു, ഇലക്ട്രോൺ അഫിനിറ്റി, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി പറഞ്ഞു. എന്താ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് അറിയില്ല മക്കളെ? നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എന്താൽപ്പി നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പീരിയോഡിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുക. ബാക്കി ഈ പീരിയോഡിക് പ്രോപ്പർട്ടീസ് ഗ്രൂപ്പിൽ എങ്ങനെ വാരി ചെയ്യുന്നു, പീരിയഡിൽ എങ്ങനെ വാരി ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും NCERT വായിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഈ ചാപ്റ്റർ ആയിട്ടുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സുകളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.